Hey guys, Oreva Gojo it's works. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫ്രീ ഫയർ കസ്റ്റം റൂമായിട്ടാണ്. കസ്റ്റം റൂം പറഞ്ഞാൽ 1v1 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ബ്രദറായിട്ടുള്ള നമ്മുടെ അനിയനാണ്. അപ്പൊ ആയിട്ടാണ് കളിക്കുന്നത്. ഇതിൽ ആര് ജയിക്കുന്നു വെച്ചാൽ ഞാൻ തന്നെ ചെയ്യുക. കാരണം ഞാൻ പ്രോ പ്ലെയർ ആണ്. ഓരോ റൗണ്ട് പോലും എടുക്കില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ MB40 എന്ന് പറയണ MB5 ലെവൽ 3 എടുത്തിട്ടുണ്ട്. ഒരു AWM എടുത്തിട്ടുണ്ട്. നമ്മള് അറിയാണ്ട് നമ്മുടെ എബിലിറ്റി ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കണ്ട. അപ്പൊ നമുക്ക് റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പടക്കാൻ പറ്റുമോ നോക്കാം. നല്ല വൺ ടാപ്പ് അടിക്കുന്ന ഒരു പ്ലെയർ ആണ്. നമ്മുടെ അടുത്ത് നടക്കില്ല എന്ന് വിചാരിക്കുന്നു. വൺ ടാപ്പ് അടിക്കാറുള്ള പ്ലെയർ ആണ്. വൺ ടാപ്പ് അടിക്കില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. ഞാൻ കണ്ണെടുക്കാൻ റെഡിയാക്കണം. ഓക്കെ, നമ്മൾ ചെയ്തോട് വെച്ച് പടച്ചിട്ടുണ്ട്. ഓക്കെ, AWM ഷോട്ട് കൊണ്ടില്ല. എന്തായാലും നോക്കാം. ജസ്റ്റ് മിസ്സിന് പോയിന്റ് ചേട്ടാ. അവൻ മെഡിക്കറ്റ് അടിക്കാണ്. കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജസ്റ്റ് നമ്മള് കൊല്ലാൻ നോക്കില്ലേ. കാരണം കൊല്ലാൻ നോക്കണ്ട. മെഡിക്കറ്റ് അടിക്കില്ലേ. നമുക്ക് ഒന്ന് കവർ ചെയ്ത് മെഡിക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. ഇല്ലേ ഞാൻ അടിക്കുമല്ലോ, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ മറ്റേ ബിൽഡ് ആയിട്ടൊരു ഓടിയിട്ടുണ്ട്. അറിയില്ല. ഓക്കെ, നമ്മളൊരു 113 പിന്നെ ചില്ലറ ഡാമേജും കൊടുത്തിട്ടുണ്ട്. ഒരു 13 റെഡ് ഡോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്താണ്ടാവും അറിയില്ല. നമ്മളൊരു ഹെഡ്ഷോട്ട് കൊടുത്ത് അങ്ങനെ എന്താക്കിയിട്ടുണ്ട്. നമ്മൾ ഇമോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. നാണം കിട്ടി പോയിട്ടുണ്ടാവും. അവനെ ഞാൻ കളിയാക്കി കൊല്ലും. പിന്നെ ഈ കളി ജയിച്ചിട്ട് വേണം അവനൊന്ന് കളിയാക്കി കൊല്ലാൻ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് റൗണ്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം 7 റൗണ്ടാണ് ഇതിലുള്ളത്. ഇതിലിപ്പോ ഒരു റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെയിം കണ്ണായിട്ട് തന്നെ പോണ്. മറ്റേ ഇതെടുത്തിട്ടുണ്ട്. ഇതിന്റെ പേരില്ല, എങ്ങനെ കൊടുക്കുന്നു എന്താ പേര്, ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ കണ്ണെടുത്തിട്ടുണ്ട്. അടിപൊളി കണ്ണാണ്. നമ്മൾ വൺ ടൈപ്പ് അധികം മുള്ള, എന്നാലും നമ്മളത് എടുക്കാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് കുത്തിപ്പിടിയാണ്. കുത്തിപ്പിടി പീര്. അപ്പൊ എന്തായാലും നമ്മൾ അതിലോട്ട് ചേർന്നിട്ടുണ്ട്. വേറൊരു പണിക്ക് പോകണ്ട. സെറ്റാകെ. അപ്പൊ നമ്മളിതാ ലൂട്ട് ഡ്രോപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ചെക്കായി എവിടെയാ ഇവിടെ വെടി വെച്ച് നമുക്ക് കാണിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ഷോട്ട് എടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാമോ? അപ്പുറത്തേക്ക് പോവാലോ. അതാ വന്നിട്ട്. ഓ ജസ്റ്റ് നമ്മളെ പ്രാക്ടീസ് ചെയ്തിടണം. അടുത്ത റൗണ്ട് ലോഡായി. അയ്യോ, അറിയാണ്ട് ലോഡ് പെട്ടമ്മ വേഗം കൊണ്ടേ കയ്യമർത്തി. എവിടെ കേറുന്നില്ല. മെഡിക്കറ്റ് അടിക്കാം. ഫസ്റ്റ് മെഡിക്കറ്റ്. ബെസ്റ്റ് അപ്ഗ്രേഡും ചെയ്യണം. പുറത്തേക്ക് ഇറങ്ങി അപ്പം അടിക്കാൻ നമുക്ക് പറ്റും തോന്നുന്നുണ്ട്. എങ്ങനെ വൺ ടാപ്പ് കിട്ടുമോ അറിയില്ല. കേറാം. നമ്മൾ സേഫ് ആയിട്ട് കയറിയിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് കയറിയിട്ട് കാര്യമില്ല. നമുക്കൊരു പോവാതെ ഇവിടെ ഇട്ടതിൻ്റെ വെച്ച് നമുക്ക് നല്ല കയറിയിട്ട് അപ്പുറത്ത് ഇപ്പൊ എക്സ്പെക്റ്റഡ് അപ്പൊ നമ്മൾ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. മുമ്പായി. ഓക്കെ, നമ്മൾ ജയിക്കണം. ലോക്ക് ഇടണോ? വേണ്ട. പത്ത് കൂടി എനക്ക് മാലും ഹേ. അടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ചത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചത്തുണ്ട്. ഇമോട്ട് ഇടുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ കൊന്നതല്ലെങ്കിലും മറ്റേ ഇതിട്ട് കൊന്ന് എന്താ പറയാ, നമ്മുടെ ഗ്ലൂ വാളിട്ട് ട്രാപ്പ് ചെയ്ത് കൊന്നുണ്ട്. എന്തായാലും മതിയോ, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അത് ശ്രമിച്ചു വിടുന്നു. നമുക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ വേറെ പണിയല്ല, അത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ റൗണ്ടിൽ ഞാൻ തന്നെ ജയിക്കുള്ളൂ. ഈ റൗണ്ടിൽ ജയിക്കണം. ജയിച്ചേ പറ്റൂ. ഞാനേ ജയിക്കൂ. അതിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റിയിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ MB5 AWM മാറ്റിയിട്ട് നമ്മളെ മറ്റെന്താണ് സ്കാറല്ല, കണ്ണില്ലേ, പാരാഫിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് AWM തന്നെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതില് നമ്മൾ എന്തായാലും ജയിക്കണം എന്നാണ്. അത് ഓൻ അവിടെ നിന്ന് വൺ ടാപ്പ് അടിക്കണം. ഇവിടെ നിന്നാണ് ഓൻ മുന്നേ ഒരു വട്ടം വൺ ടാപ്പ് അടിച്ചുള്ളത്. അപ്പൊ അതിനായിട്ട് നമ്മൾ നിൽക്കില്ല. വീണ്ടും ഇപ്പുറത്ത് പോയ 52 വെച്ചോട്ട് 52 കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് കിട്ടിയിട്ട് കാണാനില്ലല്ലോ. ഇവന്റെ മറ്റേ ബിറ്റുള്ള കാരണം നല്ല പണിയാണ്. അത് ഓനതാ ഒരു ചെറിയ അടി വന്നിട്ടുണ്ട്. M82B ഇല്ല, M82B ആണ്. ഓക്കെ, നമുക്ക് ആ ഡബിൾ ഡയമണ്ട് കളിക്കാം. വേണ്ട, പ്രശ്നം ഒരു അതിഗംഭീരമായ ഷോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. എന്തായാലും ഈ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ടാവുമെന്ന് അറിയാം. നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ രസമുണ്ടെന്ന് പറയാം. അപ്പൊ ബൈ ബേ ഒരു രണ്ടാമത്തെ റൗണ്ട് എടുത്തോണ്ടിരിക്കാണ്. നല്ല കിടിലൻ ഹെഡ്ഷോട്ട് വന്നിട്ട് വന്നിട്ടാണ് നോക്കണ്ടേ. ഇത് എന്താ പറയാ, ഈ റൗണ്ട് അടുത്ത് ഇപ്രാവശ്യം ചെറുതായിട്ട് ഗണ്ണ് മാറ്റി MP40 വേണം. ഒരു ചെറിയ പേടിയുണ്ട്, എന്താ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. ഏകദേശം 1-2 ഇപ്പൊ നിക്കണേ. ഇപ്പൊ എനിക്കാണ് ലീഡ് കൂടുതൽ. അത് പാടില്ല, ലീഡ് കൂടാൻ പാടില്ല. ഞമ്മക്കാണ് ലീഡ് കൂടേണ്ടത്. ഈ കളിയെങ്കിൽ ജയിക്കോടെ. നമ്മളെന്തായാലും നന്നായി റഷ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലൂവാൾ ഇട്ടേക്കാം. അവനെ കണ്ടു. അപ്പൊ നമ്മൾ MP40 വെച്ചിട്ട് അടിക്കാനാണ് കൊണ്ടില്ല. എന്തൊക്കെ M80X ആണെന്ന് തോന്നുന്നു. ഡ്രോപ്പിന് ലൂട്ട് കിട്ടിയതാവും. ഇതുണ്ടല്ലോ. നമുക്ക് ലെവൽ 3 ആക്കാം. സ്വിച്ച് ചെയ്യട്ടെ ഗണ്ണ് സ്വിച്ച് ചെയ്യട്ടെ. സമ്മതിക്കണം. ഓക്കെ, നമ്മളങ്ങനെ ഗണ്ണ് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം MP40 അല്ല, MP40 ഇല്ല, MP5 തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഒന്നല്ല, ഇവനെ എന്റെ മോനെ അങ്ങനെ അവനെ ചാടി ഇറങ്ങുമ്പോഴത്തേന് ഞാൻ കൊന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇമോട്ടിട്ട് നന്നായി വെറുപ്പിക്കുന്നുണ്ട്. നമ്മളിട്ട് വെറുപ്പിച്ചിരുന്നല്ലേ, എന്തായാലും നമ്മളങ്ങോട്ട് ഇട്ട് വെറുപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാൻ ടേബിളിലേക്ക് ഒന്ന് അമർത്തുക. എന്താണ് ഗൈസ്, പവറാട്ടെ. അപ്പൊ എന്ത് കണ്ടന്റ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാ? GTA5, മൈൻക്രാഫ്റ്റ്, GTA5 എന്ന് പറയുന്നത് GTA San Andreas, മൈൻക്രാഫ്റ്റ്, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട്. നമുക്ക് എന്തായാലും അവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ വെക്കണം. നാളെ വരൂ. അപ്പൊ നിങ്ങൾ എത്ര എപ്പിസോഡ്, അതായത് എത്ര എനിമ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നൈറ്റ് എത്ര എപ്പിസോഡ് മാക്സിമം കണ്ടിരുന്നെന്ന് കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാം ആരെങ്കിലും. അപ്പൊ എന്തായാലും നമ്മൾ അവനെ കൈ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവനെ അടിക്കാൻ പോവാം. കിട്ടില്ല. ഐ എം പ്ലേയിങ് വിത്ത് മൈ ബ്രദർ ബട്ട് ഈസ് സോ noob. ഇതിനെക്കാട്ടി താഴെ അപ്പൊ എന്തായാലും ഓൻ തിരിഞ്ഞും മറിഞ്ഞും ഗ്ലൂവാളും തേങ്ങയുടെ മൂടും എലിറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. എന്തായാലും 82 ഷോട്ട് കൊടുത്തിട്ടുണ്ട്. 87 ഷോട്ട്. ഓക്കെ, നമ്മള് പരാഫിലേക്ക് വീണ്ടും ഒരു ഷോട്ട് കൊടുത്ത്. ഓക്കെ, ഓ AW ഷോട്ട് വന്നിട്ടുണ്ട്. എന്താ ഉണ്ടാവുക? പുറത്തേക്ക് അടി ഒക്കെ ഒരു അടിപൊളി വീണ്ടും ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ അടിപൊളി ഒരു മൂവ്മെന്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മളൊക്കെ എന്താണ് ഇവളുടെ പേരെന്താ അറിയാലോ? ഈ കോമ്പോന്റെ പേര് ഐറിസ് അല്ല, സോറി ഐറിസ് അല്ല. എന്തായാലും നിങ്ങൾക്ക് അറിയാം. അത് ഓളുടെ ബിറ്റും എന്റെ ബിറ്റും കൂടിയിട്ട് ഇട്ടിങ്ങനെ എനിക്കറിയാം. ഓൻ ചിലപ്പോൾ വൺ ടാപ്പ് അടിക്കും. അപ്പൊ പെട്ടെന്ന് ഷിവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കണേ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പൊ ലൈക്ക് അടിക്കാൻ വീണ്ടും പറയണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും പറയണ്ട്. അതൊന്ന് ചെയ്ത് നമ്മളൊന്ന് ഇതാക്കുക. ഓക്കെ, അപ്പൊ ഇതാ പുള്ളി ഇത് പോണ്ട്. ഞാനും അനിയനും പോണ്ട്.
റഷ് ചെയ്ത് പക്ഷെ ഞാനാണ് പോകുന്നത്. ഞാൻ റഷ് ചെയ്ത് പോകുന്നത്. ഓന്റെ ബാക്കിലാണോ അത് അവിടെയാണ് നമ്മളതാ ചാടി ആകാശം വേണ്ടത് മരഭൂതമേ. കേക്കറിയാ ഐ എക്സ്പെക്ടഡ് രണ്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളതാണ്. ഇനി വേഗം മെഡിക്കറ്റ് അടിച്ച് പുറത്ത് കയറാം. കാരണം ഞാൻ റമീന്റെ മേലെ കൂടെ വന്നിട്ട് അടിക്കും. എനിക്കറിയാം അറിയാം. ഐ എക്സ്പെക്ടഡ് വീണ്ടും അടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ മേലക്ക് അടിക്ക് വീണപ്പോ ഞാൻ മേലക്ക് വീണ്ടും അടിപോലെ മേലക്ക് അടിയെന്ന് വീണ് മേലക്ക് പോയപ്പോ ഞാൻ വീണ്ടും ഞാൻ അടി വീണു. എന്ത് ചെയ്യാനാ നോക്കണേ. എന്തോട്ടേ കാണിക്കണോ. റഷ് ചെയ്തതാ. എന്തായാലും നമ്മള് റഷ് ചെയ്ത് ഒരു 9 ഡാമേജ് ആണ്. ഈ തേങ്ങ നോക്കിട്ട് ഈ ബിൽറ്റ് ഇട്ടിട്ട് എവിടെ ബാക്കിലുണ്ടോ? ഓരോ 17 കാണിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി റഷ് ചെയ്യുന്നുണ്ടാവും. ഇപ്പുറത്ത് കൂടെ എന്തെങ്കിലും അടിക്കാം കണ്ടതാണ്, അല്ല നോക്കിയതാണ്, വിചാരിച്ചതാണ്. നമുക്ക് മെഡ് അടിക്കാം. അതിന്റെ ഉള്ളിൽ നിന്ന് മെഡിക്കേറ്റ് അടിക്കാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും മെഡ് നമ്മുടെ ഇതും കൂട്ടാം. വെസ്റ്റിന്റെ കാല് കാണണ്ടായിരുന്നു. അല്ല കാലില്ല, ഏകദേശം കാണാണ്ടായിരുന്നു. നമുക്ക് റഷ് ചെയ്യാം. ഓന് ഞാൻ അടിച്ചിട്ട് തുള്ളി ലൈഫിലുണ്ടായുള്ളൂ. അതായിട്ട് പോയിട്ട് നേരെ ഓളിലൊന്ന് പെട്ടുണ്ട്. പക്ഷെ ഇല്ല നമുക്ക് നെറ്റ് അത്ര ഡാമേജ് കൊടുത്ത കാരണം അങ്ങനെ 7 റൗണ്ട് മാച്ചിൽ 4-2 എന്നുള്ളതിലാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ആരാണ്? ഞാനാണ്. എപ്പിടി ഇருக்கு. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ സെറ്റ് ആക്കിണ്ട് 4 റൗണ്ട് നമ്മളങ്ങനെ എടുത്ത് തന്നെ നമ്മളെ ബ്രദർ വരും പൊട്ടാൻ. ബ്രദർ ഇസ് പൊട്ടാൻ ഒക്കെ പ്രത്യേകം കേൾക്കുന്നുണ്ട്. അതത് ഈ ഓനോട് മുണ്ടെടുക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്ന വീഡിയോ എടുക്കുന്ന കാരണം നമുക്ക് താല്പര്യമല്ല. മുണ്ടെടുക്കുന്നുള്ള താല്പര്യം. Leave it to me. I am the pro player. എന്ത് ചെയ്യാനാ ഗൈസ്, ഞാൻ എന്നെ ജയിച്ചു. What is this? What the hell bro? Not very noob player. അനിയ noob player. വൺ ടാപ്പ് അടിക്കുമ്പോൾ എന്റെ അടിക്കും പറഞ്ഞിട്ട് കാറില്ല. എന്റെ മുന്നിൽ അവൻക്ക് ഇപ്പൊ റഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ റഷ് ചെയ്ത് പോവാണ്. അവനെ കാണാൻ പറ്റില്ല കൈസ്. ഓൻ ചിലപ്പോ മറിഞ്ഞ് തിരിഞ്ഞു വന്ന് അടിക്കും പറയാം. നമ്മുടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാണ്ട് കുറച്ചുകൂടി. ഫസ്റ്റ് മാച്ചിന്റെ മുന്നായിട്ട് 1v1 ആണ് കളിക്കണത്. കാരണം ചെറിയൊരു തപ്പിട്ടുണ്ട്. എന്താ മെറ്റി വെച്ചടിക്കാൻ നോക്കുന്നുണ്ട്. ാണ് ഒരു അടി അടിച്ചാൽ 45 ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാല് കാണാണ്ടാവും. എന്റെ ബിൽറ്റ് അറിയണ്ട ഓണായി. ഇവിടെ എന്താ മോനെ അങ്ങനെ 6-2 എന്നുള്ള സ്കോറിലേക്ക് ഞാൻ വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മൾ നന്നായി ഇങ്ങോട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. 6-2 നമ്മൾ ചെയ്താക്കിന്ന്
ഒരു റൗണ്ട് കൂടി എടുത്താൽ ഞാൻ ജയിക്കും. നമ്മുടെ നറൂട്ടോ പ്ലേസ് ആണ്. നറൂട്ടോ മൈ ഫേവറേറ്റ് എനിമെ ഒന്നാണ്. നറൂട്ടോ ദി ഫേവറേറ്റ് വൺ. ഓക്കെ ഓക്കെ ഗായ്സ്. അപ്പോൾ എന്തായാലും നമ്മള് MT-X പിന്നെ നമ്മുടെ MP5 ലെവൽ 3 ആണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ലെവൽ 3 എന്ന് മാത്രമല്ല പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. എന്നാ ചെയ്യാനാ നോക്കണേ. അടിക്കള പ്ലാൻ നമ്മള് പറ്റില്ല. ഈ വെടി വെക്കടാ, വേറെന്താ സാധനം ഞാൻ എടുക്കണേ. ചേടാ കഷ്ടപ്പെട്ട് അടിക്കുന്നുണ്ട്. MT എടുത്തിട്ട് കുറെ കാലായി. കാരണം തന്നെ കളിക്കാൻ. ഓ പൂച്ചണ്ട് കളി അടിക്കണം. കുറച്ച് ടഫാണ്. ഇവിടെ ഒന്നും വയലാണ്ടാവാൻ ചാൻസ് ഉണ്ട്. അറിയില്ല. പ്രശ്നമാണ്. പ്രശ്നേശ്വരൻ ഇവിടെ രണ്ട് MT-X വെച്ച് കളിച്ചല്ലോ. വേണ്ട, അതോട് കിടപ്പോ. അതാ ഓനെ കണ്ടു ഞാൻ മെഡിക്കൽ അടി. പോയി ബിൽറ്റിട്ടിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കണ്ട് ചേടാ ഈ റൗണ്ടിൽ തീർക്കാൻ വിചാരിച്ചാണ്. ഓന്റെ ഇമോട്ടും MT വെച്ചിട്ടുള്ള കളി ഒക്കെ നമുക്ക് തീർത്തെടുക്കാം. ഈ ഇതില് ഞാൻ റൗണ്ട് 10 ഓക്കെ. റൗണ്ട് 10 ആയിട്ടുണ്ട്. 10ാമത്തെ റൗണ്ടാണിത്. 9 റൗണ്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. റൗണ്ട് പറഞ്ഞാൽ അതല്ല, മൊത്തത്തിൽ 9 റൗണ്ട്. ഇപ്പൊ നമ്മുടെ നിലവിലെ എന്താ സ്കോർ എന്ന് പറയാൻ 6-3 ഇതിനൊരു പോയിന്റ് ഒന്ന് കൂടിയാൽ ചിലപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മെയിനായിട്ട് ഇതിന് ഓനെ അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് തമാശകളൊക്കെ വിട്ടിരിക്കുകയാണ്. സീരിയസ് മോഡിലായതാ. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ അവനെ കൊല്ലാം. ഓക്കെ. ഓമ്പടെ നമ്മളെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യട്ടെ. ഒരു താരം കിട്ടി അപ്പ അടിക്കണം. കാരണം അറിയാലോ ഡാമേജ് കൊടുത്തു. MT-X നല്ല അടി വന്നുണ്ട്. എക്സാണോ എന്തോന്നോ അറിയില്ല. എന്തായാലും MT-X നല്ല അടി വന്നുണ്ട്. ഓക്കെ അടിക്ക്. 17 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അടിക്കും ഓനൊക്കെ അറിയണതല്ലേ. എന്തായാലും നമുക്ക് റൺ ചെയ്യാം. കാരണം ഇപ്പൊ നമ്മള് ചെയ്യുന്ന സോണിലൊന്നും ഇപ്പൊ ഇതേനുള്ളൂ. ഓക്കെ പൊട്ടത്തരം കാട്ടിയടാ. റഷ് ചെയ്യണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് തീർത്തു പോയാണ്ടായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം ഇങ്ങോട്ട് നട്ടില്ല. എന്താണാവോ പേടിയായി തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് ഇട്ട് ഒന്നുകൂടി അടിക്കുമോ ഇതിലാണോ. പക്ഷേ ബാക്കിൽ നിന്ന് അടിക്കും. ഞാൻ പറഞ്ഞു എന്തെയോ ബാക്കിൽ നിന്ന് അടിച്ചു. ധോണിന്ന് കയറാനുള്ള ടൈം വന്നില്ല. എന്തായാലും ബാക്കിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. നിങ്ങടായി തീർച്ചയായും എന്തായാലും നമുക്ക് നല്ലൊരു പവർഫുൾ അടി നമുക്ക് എന്തായാലും തിരിച്ചു കൊടുക്കാം. 4-6 എന്നുള്ള ഒരു സമനിലയിലായിരിക്കുകയാണ് ഇപ്പൊ. അതില് 3 റൗണ്ടില് അല്ല 3 റൗണ്ട് ആവും. എന്നെ കില്ല് കിട്ടിയ അറിയില്ല. റഷിങ് പൊട്ടം ഓപ്പണിന്ന് അങ്ങനെ 4-7 ഒന്ന് പൊട്ടിച്ച് അങ്ങനെ 4-7 എനിക്ക്. അങ്ങനെ നമ്മളെ റാബിറ്റ് ടീം ജയിച്ചിരിക്കുന്നു. റാബിറ്റിനല്ല കൊടുത്തു. എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ബ്രദറിനെ എത്തുന്ന കുറച്ച് കളിയാക്കാണ്ട് നമ്മൾ സാടി പറഞ്ഞ കണ്ടില്ലേ.
ഗോജോ എച്ച് ഫോർ ഐഫോൺ ആണ് ഇങ്ങനത്തെ എന്താ 00 തന്നെ ശരിക്കുള്ള പേര് ഗോജോ എച്ച് ഫോർ എക്സ് ആണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് ആ ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തിയിട്ട്